നമസ്കാരം. ഓണത്തിന് നാട്ടിലെത്തുക പ്രവാസി മലയാളികൾക്ക് വെറും സ്വപ്നമായി മാറുന്നു. വിമാനയാത്ര, ട്രെയിൻ, ബസ് നിരക്കുകളിൽ വന്ന അമിത ചാർജാണ് ഓണത്തിന് നാട്ടിലെത്താനുള്ള പ്രവാസി മലയാളികളുടെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നത്. സ്വതേ ഓണത്തിന് വിമാന ടിക്കറ്റുകൾ വിമാന കമ്പനികൾ കുത്തനെ ഉയർത്താറുണ്ട്. ഇതിനിടയിലാണ് US ഇറാൻ ഇസ്രയേൽ യുദ്ധം വന്നത്. ഇതോടെ നിലവിലുള്ള ചാർജ് തന്നെ താങ്ങാൻ കഴിയാത്തതായി മാറിയിട്ടുണ്ട്. ഓണത്തിന് വിദേശത്തു നിന്നും നാട്ടിലെത്താൻ വലിയ നിരക്കാണ് ഇപ്പോൾ വിമാന കമ്പനികൾ ഈടാക്കുന്നത്. യുദ്ധത്തിന്റെ സാഹചര്യവും ഓണവും ഒരുമിച്ച് വന്നതോടെ നൽകാൻ കഴിയാത്ത വിമാന നിരക്കുകളാണ് നിലവിലുള്ളത്. ഡൽഹിയിൽ നിന്ന് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ നഗരങ്ങളിലേക്കുള്ള വിമാനയാത്രയ്ക്ക് 15,000-ന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. തിരികെ വരാനും ഏകദേശം ഇതേ തുക ടിക്കറ്റിന് ചിലവാക്കേണ്ടി വരും. 2 കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടുന്ന കുടുംബത്തിന് കേരളത്തിലേക്ക് വിമാനത്തിൽ പോകണമെങ്കിൽ ഏകദേശം 60,000 രൂപ ചിലവ് വരും. ഇത് കുറച്ചും കൂടെ ദിവസം കഴിയുകയാണെങ്കിൽ 4 അംഗ കുടുംബത്തിന് ഓണക്കാലത്ത് നാട്ടിൽ പോയി വരാൻ 50,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ചെലവാകുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ മലയാളികളിൽ പലരും ഓണത്തിന് യാത്ര ഒഴിവാക്കുന്ന അവസ്ഥയാണ്. ഇനി ഡൊമസ്റ്റിക് വിമാന നിരക്കുകൾ നോക്കിയാൽ അതും താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ട്രെയിനിൽ ടിക്കറ്റ് ലഭിക്കാനില്ല. മാസങ്ങൾക്ക് മുൻപ് തന്നെ ബുക്ക് ചെയ്തവർക്ക് ഇപ്പോഴും ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. തേർഡ്, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകളും ഡൽഹിയിൽ നിന്നുള്ള മംഗള, കേരള എക്സ്പ്രസുകളിൽ കിട്ടാനേയില്ല. ഓണക്കാലത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഡൽഹിയിൽ നിന്ന് പ്രത്യേക സർവീസുകളില്ല. ഇത് വലിയ തിരിച്ചടിയാണ്. ചെന്നൈ, ബംഗളൂരു, മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു. പക്ഷേ ഡൽഹിയിൽ നിന്ന് ട്രെയിനുകൾ അനുവദിച്ചിട്ടില്ല. ഇതോടെ ഓണാഘോഷത്തിന് നാട്ടിൽ പോയി വരാൻ കാത്തിരിക്കുന്നവരിൽ വലിയൊരു വിഭാഗം പ്രതിസന്ധിയിലാണ്. രാജധാനി എക്സ്പ്രസ്, ഹിമസാഗർ എക്സ്പ്രസ്, യശ്വന്ത്പുര കൊച്ചുവേളി എക്സ്പ്രസ്, സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്, അമൃത്സർ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, സ്വർണ്ണ ജയന്തി എക്സ്പ്രസ്, നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ട്രെയിനുകളിലൊന്നും തന്നെ ഇപ്പോൾ ടിക്കറ്റ് കിട്ടാനുമില്ല. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും പ്രൈവറ്റ് ബസ്സുകൾ കുത്തനെ നിരക്കുകൾ ഉയർത്തിയിട്ടുണ്ട്. പല ബസ്സുകളിലും ടിക്കറ്റ് ലഭിക്കാനില്ലാത്ത അവസ്ഥയുമാണ്. KSRTCയുടെ സർവീസുകളാണ് ഇവിടങ്ങളിലെ മലയാളികൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഓണക്കാലത്തെ യാത്രാ ദുരിതം ഒരു തുടർക്കഥയായി മാറിയ അവസ്ഥയാണ്. കേരള സർക്കാർ ഫലപ്രദമായി ഇടപെടണം എന്ന ആവശ്യമാണ് പ്രവാസി മലയാളികൾ ഉയർത്തുന്നത്.